ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് മെക്കാനിക് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് സൗദിയിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം സൗദി അറേബ്യയിൽ നമുക്ക് ബസ് അവൈലബിൾ ആണ്. ദുബായിലെ പോലെ അവൈലബിൾ അല്ല, പക്ഷേ എന്നാലും സ്റ്റേറ്റുകൾ തമ്മിൽ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ചെറിയ ഇൻ്റർസിറ്റി ആയിട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ബസ്സുകൾ സ്റ്റേറ്റുകൾ തമ്മിൽ ട്രാൻസ്പോർട്ടേഷനാണ് ഇവിടെ നമ്മൾ കൂടുതലും മലയാളീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ഇത് അവിടെ, അതായത് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് 1.5 മണിക്കൂർ മുമ്പ് പോയി ബുക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റിയാദ്, ജിദ്ദ, ദമാം ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, എപ്പോഴാണോ ടൈം അപ്പോൾ പോയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയ ശേഷം Saptco.sa ഇങ്ങനെയൊരു സൈറ്റിലോട്ട് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ഞാൻ റിയാദിലാണുള്ളത്. ഓക്കെ, ഇപ്പോൾ റിയാദ് നമുക്ക് വന്നിട്ടുണ്ട്. റിയാദ് അസീസി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ദമാമിലോട്ടാണ്. ദമാം പറഞ്ഞിട്ടുണ്ട്. ഇനി സപ്പോസ് നിങ്ങൾക്ക് പോകേണ്ടത് ഇപ്പോൾ ജിദ്ദക്കോ നോർമലാണ്. നമുക്ക് കർജ് നോക്കാം, അൽ കർജ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദമാമിനെ നോക്കുന്നതാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത ഡേറ്റുകൾ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 13th മുതൽ 6th വരെയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. 1 വേ ആണ്. 1 വേ, റിട്ടേൺ ഇല്ല. 1 വേ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ റിട്ടേൺ വരുമല്ലോ. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഡേറ്റുകളിലൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അല്ലേ, നമുക്ക് 3 ദിവസത്തെ അവൈലബിലിറ്റിയെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 15-ാം തീയതി വരെ. ഇപ്പോൾ ഓക്കെ, 15-ാം തീയതിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 15/3/2023 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സാണിത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് റെയിൽവേ ടൈമിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്തും, അതായത് ബുക്ക് ചെയ്തതിന് ശേഷം എല്ലാം ടൈം കൺഫേം ചെയ്യുക. 92 റിയാലാണ് അതിന് വരുന്നത്. ബുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളെ ഇൻഫർമേഷൻസൊക്കെ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നാഷണൽ ഐ ഡി നമ്പർ, നിങ്ങളുടെ എത്രാമത്തെ വേർഷനാണ് ഐ ഡി മാറിയിട്ടുള്ളത് അത് ഇവിടെ കാണിച്ചോളൂ. അപ്പോൾ എൻ്റെത് 2 ആണ്. ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങൾ, സൗദി നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ കൺഫർമേഷന്, പിന്നെ ഈ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിന് മുമ്പായി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഡേറ്റ്, അതുപോലെ തന്നെ നമ്മൾ എത്ര ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റേജിൽ. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെൻറ്റ് സെക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റാ കാർഡാണുള്ളത്, അത് വെച്ചിട്ടാണ് പേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാർഡ് നമ്പർ, കാർഡ് ഹോൾഡർ നെയിം, അതുപോലെ തന്നെ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിൻ്റെ ബാക്കിൽ വരുന്ന നമ്പർ, അതുപോലെ തന്നെ കാർഡ് ഹോൾഡർ നെയിമും ഇതെല്ലാം കാർഡിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. എക്സ്പയറി ഡേറ്റും ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് പേ നൗ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പേ നൗ കൊടുത്തതിന് ശേഷം നമുക്ക് OTP വന്നു. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ളത് വന്നിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്റായി കാണുന്നത് നമ്മുടെ ടിക്കറ്റാണ്. ഇനി നിങ്ങൾക്ക് ലഗേജിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 75 kg ആണ് അവർ അലൗഡ് എന്ന് പറഞ്ഞത്. ഇതൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വായിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എത്ര ഈസി ആയിട്ടാണ് ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല. ഇതിന് പകരമായിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം നമ്മൾ വേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.